സുഹൃത്തുക്കളെ, സർവലോക രക്ഷിതാവായ അല്ലാഹുവിനെ ജീവിതത്തിൽ ലഭിക്കുന്ന എല്ലാ മേഖലകളിലും സൂക്ഷിച്ച് തഖ്വയോടുകൂടി ജീവിക്കണം എന്ന് എന്നോടും ഞങ്ങൾ ഓരോരുത്തരോടും ഉപദേശിക്കണം. അല്ലാഹു തഖ്വയുള്ളവരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ഈ ശാഖയിൽ, പുൽപ്പറമ്പ് ഗാനം ശാഖയിൽ ഇന്നിവിടെ നമ്മളൊരു പ്രവർത്തക കൺവെൻഷനാണ് വിളിച്ചു കൂട്ടിയിട്ടുള്ളത്. പെട്ടെന്നിനാണ് നമ്മൾ യോഗം വിളിച്ചത്. ഇന്ന് ഒരു ജോലിയുള്ള ദിവസം ആയതുകൊണ്ട് ചെറുപ്പക്കാർ പലരും ജോലിയും മറ്റുമായിരിക്കും. നമ്മളെല്ലാവരും മനസ്സിലാക്കിയ പോലെ ഇവിടെ വളരെ ചുരുങ്ങിയ പ്രവർത്തകന്മാരുണ്ടായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. 3, 4, 5 വ്യക്തികൾ മാത്രം ഈ നബിദിനവുമായി ബന്ധപ്പെട്ട സീസണുകളിലൊക്കെ 4, 5 പരിപാടിയൊക്കെ നടത്തിയ കാലഘട്ടം നമുക്ക് ഉണ്ടായിട്ടുണ്ട്. പുൽപ്പറമ്പ് അങ്ങാടിയിൽ വെച്ചുകൊണ്ട് ഗണ്ണന പ്രസംഗങ്ങളും മറ്റും നടത്തിയിട്ടുണ്ട്. അങ്ങനെ നടത്തി ഏകദേശം ആ പ്രകാശം, അള്ളാഹുവിന്റെ നൂറ് ഈ പ്രദേശങ്ങളില് കുറെ ആളുകൾ, നമുക്കറിയാം, അംസകോയ സാഹിബിന്റെയും അതുപോലെ തന്നെ ഹസൻകോയ സാഹിബിന്റെയും കുഞ്ഞിപ്പാജിയുടെയും വീട്ടിലൊക്കെ നമ്മൾ കൂടുന്ന സമയത്ത് 22, 25, 28, 30 ആൾക്കാരുണ്ടായിരുന്നു. പല പ്രാവശ്യം നമ്മൾ അവിടെ യോഗം കൂടിയിട്ടാണ് അവസാനം നമുക്കൊരു ആസ്ഥാന കേന്ദ്രം വേണം, സുജൂദ് ചെയ്യുന്ന ഒരു പള്ളി നമുക്ക് വേണം, ജുമാ നടത്തണം. കാരണം ഇവിടെയുള്ള പല ആൾക്കാരും ദൂരെ പല സ്ഥലങ്ങളിലേക്കാണ് ജുമാക്ക് കൊണ്ടുപോകുന്നത് എന്ന രൂപത്തിലുള്ള പ്രയാസകരമായ കാര്യങ്ങളൊക്കെ ഉണ്ടായപ്പോ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഇങ്ങനൊരു മനോഹരമായ പള്ളി ഈ പ്രദേശത്ത് കോറാട് എന്ന സ്ഥലത്തിന്റെ ഒരു അതിർത്തിയാണ്. ഞാനൊക്കെ ചെറുപ്പത്തിൽ, ഞാൻ ഏകദേശം 20 കൊല്ലം അയ്യായ CPP HMHS ഹൈസ്കൂളിൽ പഠിപ്പിച്ച ആളാണ്, അറബി. അന്ന് ഈ പ്രദേശങ്ങളിലൊക്കെ വരുന്ന കുട്ടികളുമായിട്ട് ഞാൻ സംവദിക്കാറുണ്ട്. എന്തൊക്കെയാണ് അവരുടെ ദീനീപരമായിട്ടുള്ള വിഷയം. അപ്പൊ വളരെ ദയനീയമായ രൂപത്തിലാണ് അവരൊക്കെ അതിന് മറുപടി പറയുന്നത്. അള്ളാഹുരാണെന്നോ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ എന്താണെന്നോ ഹദീസ് എന്താണെന്നോ ഒന്നും അവർക്ക് അറിയില്ല. അതേ സമയത്ത് ഇവിടെ ഇസ്ലാമികമായിട്ട് അതിന്റെ പേരിൽ എന്ത് ചെയ്യുന്നുണ്ട്, പല അനാചാരങ്ങളും നടന്നിട്ടുണ്ട്. ഈ ടൂറ്, മറ്റേ ഖബർ സിയാറത്ത് ടൂറുകളിലൊക്കെ ഇവിടെ ജോറായി നടന്നിരുന്ന ഒരു കാലുണ്ട്. അവർക്ക് അതാണ് എന്തെന്നറിയോ, ദീനി എന്നാണ് അവർ മനസ്സിലാക്കിയത്. പിന്നെ പുരോഹിതന്മാരായിട്ടുള്ള ആൾക്കാര് അവരുടെ പറുദീസയാണ് സത്യത്തിൽ ഈ പ്രദേശങ്ങൾ. അപ്പൊ ഞങ്ങള് പലപ്പോഴും മീറ്റിംഗ് അതിന് മുമ്പൊക്കെ, ഇപ്പൊ കുഞ്ഞുപാജ്യം ഇതിനൊക്കെ നമ്മളെ മല്ലേറ്റ് അടുക്കളയിന് മുമ്പ് തന്നെ വൈലത്തൂര് ആ മെയിൻ റോഡിൽ നിന്ന് ഇങ്ങോട്ടൊന്ന് കയറി ഈ വിശാലമായി കിടക്കുന്ന സ്ഥലങ്ങളിൽ അള്ളാഹുവിന്റെ ഖുർആനും തൗഹീദും സുന്നത്തും ഒന്ന് പറയാനും പ്രചരിപ്പിക്കാനും ഒരു വേദി ഉണ്ടാവാനും വേണ്ടി ആഗ്രഹിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് നമുക്ക് പെരിഞ്ചേരി ഒരു പള്ളി അള്ളാഹുവിന് ആ ഭാഗത്ത് നമുക്ക് കിട്ടി. അത് കഴിഞ്ഞ് നമ്മളൊക്കെ പ്രാർത്ഥന സമായിരിക്കും. ഇവിടെ നല്ലൊരു പള്ളിയും ഒരു ജുമായും കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. നമ്മളെല്ലാരും മനസ്സിലാക്കിയ പൊതുവെ നമ്മുടെ നാട്ടിൽ ഇപ്പോ മൊത്തത്തിൽ എന്താ, ഈ മതപരമായ വിഷയങ്ങൾ വളരെയധികം എന്ത് ചെയ്യാന്നൊരു ഒരു മല്ലപ്പോക്കുണ്ട്. നമുക്ക് മാത്രമല്ല, അതിനുള്ള കാരണം എന്താ, ഈ സമൂഹത്തിൽ പുതിയ പുതിയ തിന്മകൾ കൂടുതലായി വരികയാണ്. ഈ തിന്മകളോട് മനുഷ്യന്മാരുടെ സമീപനത്തിൽ എന്തുണ്ട്, കുറെ വ്യത്യാസങ്ങളുണ്ട്. നമ്മളപ്പോ ചെറുപ്പകാലത്തിനൊക്കെ ഒരു ബലാത്സംഗ കേസ്, ഒരു കൊലപാതകം എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരുന്ന ആ ഒരു ഭീതിജനകമായ അവസ്ഥ ഇന്നിപ്പോ വളരെ നിസ്സാരമായിട്ട് തോന്നുന്നു. ഇപ്പൊ ഒരു വല്യപ്പാന ഒരു 72 വയസ്സുകാരന് 13 വയസ്സുള്ള കുട്ടികളാണ് പ്ലാൻ ചെയ്തിട്ട് ഒരു മനുഷ്യനെ കൊന്ന് ഇന്ന് പത്രങ്ങളിലുണ്ട്. എന്നിട്ട് അത് മാത്രമല്ല, അത് വീഡിയോ എടുത്തിട്ട് എന്ത് ചെയ്യണമെന്ന് ആസ്വദിക്കണം. ഒരു മനുഷ്യനെ കൊന്നിട്ട് അയാളുടെ കയറുകൊണ്ട് കെട്ടി തലയും കാലിലൊക്കെ വികൃത രൂപത്തിലാക്കി അടിച്ച് തമർത്തി ഒരു 10-73 വയസ്സിന് നിരുപദ്രവകാരിയായ ഒരു മനുഷ്യനെ കൊന്നത് പോലും 13 വയസ്സിൽ 2-3 ചെക്കന്മാരാണ് പൈസക്ക് വേണ്ടി അറിയുമ്പോൾ അപ്പോഴും ഞമ്മക്ക് നെടുക്കാനൊക്കെ കുറവാണ്. അപ്പൊ ഞാൻ പറയണത് എന്താ, മൊത്തത്തില് ജനങ്ങൾക്കിടയിൽ ഈ തിന്മകൾ വർദ്ധിക്കുകയും ഈ മതനിരാസ വാർത്തകൾ ഈ സാധനത്തിനുള്ളിൽ ചെറിയവരും വലിയവരും കേട്ടുകൊണ്ടിരിക്കുന്നതിൽ 80%
മതമൊന്നും ഇല്ലെങ്കിലും വേണ്ടില്ല, മനുഷ്യൻ നന്നായ മതി എന്നുള്ള ഒരു കാഴ്ചപ്പാടിലേക്ക് വരും. മതേതരവാദി എന്ന് പറഞ്ഞാൽ ആരാണ്? ഇവിടെ പിന്നെ ഇതിന്റെ ഗയമൗലവി, അതുപോലെ മുസ്ലിം ലീഗിന് ബീജാപാതം നൽകിയിട്ടുള്ള ഒരുപാട് നേതാക്കന്മാർ, സീതി സാഹിബ്, വക്കം മൗലവി, ഇവരൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? അബ്ദുറഹ്മാൻ സാഹിബ് തന്നെ കോൺഗ്രസിനൊക്കെ നേതൃത്വം കൊടുത്ത മതേതരവാദികളുണ്ട്. അവര് നിയമസഭ കൂടുമ്പോൾ വരെ അവരവിടെ നിസ്കരിച്ചിരുന്നു. അവര് നോമ്പിന്റെ സമയത്ത് അവര് പിന്നെന്തെയ്തിന് അവർക്ക് ഭക്ഷണം വേണ്ടെന്ന് പറഞ്ഞു. അന്ന് നമ്മളെ നാട്ടിൽ മതേതരത്വം എന്ന് പറഞ്ഞാൽ അവനവന്റെ മതം അനുസരിച്ച് ജീവിക്കാനുള്ള, അതില് മറ്റൊരാൾ ഇടപെടാൻ അവസ്ഥ ഉണ്ടാവില്ല. എന്റെ വീട്ടില് എന്റെ മതമനുസരിച്ച് ജീവിക്കുന്ന അവൻ ക്രിസ്ത്യാനിയാണ്, അവൻ ഹിന്ദുവാണ്. ഓരോരുത്തർക്കും അവരുടെ ആഘോഷങ്ങളൊക്കെ അവരുടേതാണ്. അതിന് മറ്റുള്ള ആൾക്കാരും കൂടി എന്ത് ചെയ്യാന്നറിയോ, അങ്ങോട്ട് കടർത്തിട്ട് അങ്ങോട്ട് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി ഒരു എന്താ പറയാ, ഒരു മുശക്കലായ രൂപത്തിൽ സത്യത്തിൽ ഇപ്പൊ ഈ അടുത്ത കാലത്താണ് വരുന്നത്. അതിന് കാരണം എന്താ വെച്ചാൽ ഇവിടെ ഈ ഓണമൊക്കെ എന്ത് ചെയ്യുന്നറിയോ, എല്ലാവരും കൂടി നടത്തണം എന്ന് വാശി പിടിക്കുന്ന ഒരു ടീം ഇവിടെ എന്തുണ്ട്, വളരെ ജാഗ്രതയോട് കൂടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇത് ജനങ്ങളെ മുസ്ലിങ്ങളെ കൊണ്ട് എന്ത് ചെയ്യണം, മറ്റേ ചെയ്യിപ്പിക്കണം എന്നുള്ളൊരു വാദം ഇവിടെ വന്നു. ഇപ്പൊ ഈ അടുത്ത ദിവസം സ്വാതന്ത്ര്യ ദിനത്തിന്റെ ആ പാട്ടിന്റെ പിന്നെ ഗീതത്തിന്റെ വിഷയത്തെ കണ്ട് വന്നേ മാതിരം പാടണം എന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ ഉള്ളിൽ ചില ലക്ഷ്യങ്ങളുണ്ട്. അപ്പൊ നമ്മളെ ആൾക്കാർക്കും തോന്നുകയാണ്, ഇത് നൃത്തപ്പൊന്ന് പാടിയാല്, എന്താ ഓണത്തിനൊന്ന് പോയാല്, ആ ചോറൊന്ന് തിന്നാല്, ഒരു പൂക്കളം വരച്ചാല്, എന്താ അതിന്റെ പ്രശ്നം എന്നറിയണം. അപ്പൊ എന്താ ഒന്നുമില്ല, നമ്മള് പെരുന്നാൾക്ക് അങ്ങോട്ട് കൊടുക്കുന്നില്ല ഭക്ഷണം, അപ്പൊ ഓണത്തിന് അങ്ങോട്ട് കൊണ്ടുവരുന്നില്ല. ഇത് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ കൂടുമ്പോഴാണ് എന്ത് ചെയ്യുന്നറിയാം, ഈ മതത്തോടും മതപ്രബോധകരോടും ഒരു വല്ലാത്തൊരു കണ്ണോടുകൂടി കാണുമ്പോ സാധാരണക്കാരായ ആൾക്കാർ ഈ ദീനീ രംഗത്തേക്ക് വരാൻ മടിക്കണം. പിന്നെ ഈ കൊറോണ അങ്ങോട്ട് വന്നു. കൊറോണ വന്നതിന് ശേഷം എന്താ, ഈ പൊതുപരിപാടികളൊക്കെ നിന്ന് സ്റ്റോപ്പായി. പണ്ട് നമ്മളെ മുക്കുമൂലകളിലൊക്കെ തയ്യാറൊരു പരിപാടി ഉണ്ടാവും. അവിടെ താനാടൂരൊന്നുണ്ടാവും, ടിലാക്കിലൊന്നുണ്ടാവും, പെരിഞ്ചേരുണ്ടാവും, ഇവിടെ ഉണ്ടാവും. പരിപാടി ഇങ്ങനെ കേൾക്കുകയാണ് ലൈവായി. ആ കേട്ടതിൽ നിന്ന് ഊർജ്ജം നിൽക്കുന്ന ചെറുപ്പക്കാർ നല്ല ഉണ്ടായിരുന്നു. നമ്മളൊരു പരിപാടി കലക്കാനും വേണ്ടിയിട്ട് ഈ ജനറേറ്ററിന്റെ വയറ് ഊരി ചോരി കളിച്ച ആളിനൊക്കെ നമ്മൾ സ്റ്റേജ്. അപ്പൊ അതൊക്കെ എന്താ, ഒരു വീറും ഭാഷ ഉണ്ടാകുന്ന സമയത്ത് ഇപ്പുറത്തും വീറും ഭാഷ ഉണ്ടാവും. അപ്പൊ അതിന് തൗഹീദിന്റെ പ്രബോധനം നടത്തണം എന്നുള്ള നിർബന്ധമാണ്. ഈ കൊറോണ വന്നപ്പോ ഒരു 6 കൊല്ലത്തിലടക്കം നമ്മള് പൊതുപരിപാടി പാടുന്നുണ്ട്. അപ്പൊ എന്തുണ്ടായി അറിയും, ഈ ജനറേഷൻ എന്താ അറിയും, ജനറേഷൻ ഇപ്പോ സത്യത്തില് ഈ ജുമാക്ക് വന്ന് കിട്ടുന്ന വിവരം മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോ നമ്മൾ നിരാശപ്പെടേണ്ട ആവശ്യമില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ബദഅൽ ഇസ്ലാമു ഗരീബ ഫസയഊദു കമാ ബദഅ ഫതൂബാ ലിൽ ഖുറബാ الذين يصلحون ما أفسد الناس من بعدي من سنتي قال رسول الله صلى الله عليه وسلم. ഇസ്ലാം കടന്നു വരുന്നത് അപരിചിതമായിട്ടാണ്, പരിചയമില്ലാത്തതായിട്ട് വരുമ്പോ ഭയങ്കര പ്രശ്നമാണ്. തല്ലും പിടിയും വാളും വാദപ്രതിവാദവും ഒക്കെ. ഖുർആനും സുന്നത്തും പഠിപ്പിച്ചു കൊടുക്കുന്ന വേദികൾ കയ്യേറും. എല്ലാവരും പറ വഹാബിയാണ്, അവനെ അടുപ്പിക്കരുത് എന്ന് പറയും. അപരിചിതമായിട്ടാണ് ഇത് കടന്നു വരുന്നത്. ഇസ്ലാമിന്റെ ഏത് നാട്ടിലെ പ്രവർത്തനങ്ങളും പിന്നെ അത് തടി വെക്കും, കനം കൂടും, ആള് വരും, അംഗീകരിക്കും, ഒക്കെ വരും. ആളും അർത്ഥങ്ങൾ ഉണ്ടായി വരുമ്പോ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതേമാതിരി നിൽക്കൂല. തുടങ്ങിയ മാതിരി തന്നെ ഇതിലേക്ക് മടങ്ങും എന്ന് പറഞ്ഞത്. പിന്നെ ആൾക്കാർ പല രൂപത്തിലുള്ള കാര്യങ്ങളും പോയി. യഥാർത്ഥ ഇസ്ലാമിനെ പറയുന്ന ആൾക്കാർ വീണ്ടും അപരിചിതരായി മാറും. അപരിചിതരായ ആളുകൾക്ക് മംഗളം എന്ന് ദീനിന്റെ കാര്യങ്ങൾ എടുക്കാൻ ആളില്ലാത്ത സമയം ഭൗതികതയിൽ ആൾക്കാരുടെ ആറാടുകളുണ്ട്. നങ്ങാടികളും മറ്റൊന്നൊക്കെ എന്ത് ചെയ്യാൻ ഭയങ്കര അലങ്കരിച്ചിരിക്കണം. അവിടേക്ക് ആളുകളുടെ ഒഴുക്കുണ്ടാകുമ്പോ അള്ളാഹുവിന്റെ തൗഹീദ് പറയാനും ഖുർആനും സുന്നത്തും പറയാനും ആളുകൾക്ക് നേരം കിട്ടാത്ത നേരത്ത് ഏതാനും ഒറ്റപ്പെട്ട ആളുകൾ ഉണ്ടാവും. അവർക്ക് റസൂൽ, അവർക്ക് മംഗളം. ആരാണ്? അല്ലദീന, ഒരു കൂട്ടരാണ് അവർ. യുസ്ലിഹൂന മാ അഫ്സദന്നാസ്, ജനങ്ങൾ ഫീ സുന്നതി മിൻ ബഅദി, എനിക്ക് ശേഷം എന്റെ സുന്നത്തിന് ജനങ്ങൾ എന്ത് ചെയ്യുന്ന കേടുവരുത്തിയത് അത് നന്നാക്കുന്ന ആൾക്കാർ.
അസ്ലഹ യുസ്ലിഹു, ഇസ്ലാഹി പ്രവർത്തനം. അതാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഈ നിലപാട്. ആള് കുറെ എന്നുണ്ട്, ഒരാളാണ്. ആളിൽ 2 3 4 ആളുകൾ കൂടും. പിന്നെ അതേമാതിരി വീണ്ടും തിരിച്ചു പോകും. അപ്പോ എന്ത് ചെയ്യണം എന്നറിയുമ്പോഴേ അള്ളാഹുലും പ്രവാചകനും വിശ്വസിക്കുന്ന ആൾക്കാർ എന്ത് ചെയ്യണം? ഇത് പറഞ്ഞു കൊടുക്കുക. കാരണം എന്താ? ഒരു മനുഷ്യന്റെ ഹിദായത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, നീ മുഖേന ഒരു മനുഷ്യന്റെ മനസ്സിന്റെ ഉള്ളിൽ ഹിദായത്തിന്റെ വെളിച്ചം കിട്ടിയെങ്കിൽ 100 ഒട്ടകം, ചുവന്ന ഒട്ടകം, ഗർഭിണികളായ ഒട്ടകം, 100 ചുവന്ന ഒട്ടകങ്ങളെ നിനക്ക് കിട്ടുന്നതിനേക്കാളും ഖൈറാണ് നീ മുഖേന ഒരു മനുഷ്യൻ ശിർക്കിന്നും ഖുറാഫാത്തുന്നും ഈ അന്ധവിശ്വാസങ്ങളിൽ നിന്ന് ഒന്ന് ഒഴിഞ്ഞു നിന്ന് അവൻ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന ഒരു തലത്തിലേക്ക് അവനെ കൊണ്ടുവന്ന് അള്ളാഹിന്റെ ഖുർആൻ മറിച്ച് അതിന്റെ ആശയങ്ങൾ പഠിക്കുന്ന, കേൾക്കുന്ന, അത് ഖുതുബ പറയുന്ന അവസ്ഥയിൽ ഉണ്ടായാൽ, ഒരാള് നന്നായാൽ അള്ളാഹുവിന്റെ പ്രവാചകൻ 100 ഒട്ടകം കിട്ടിയവന് ഫലമാണ്. അപ്പൊ ആ ഇസ്ലാമിന്റെ സത്യത്തിൽ നമ്മൾ നടത്തുന്നത് എല്ലാ കാലത്തും ഒരേമാതിരി നിൽക്കൂല, എല്ലാ സമയത്തും നിൽക്കൂല. ഇത് കാരണം എന്താ അറിയോ? അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏത് സമയത്തും പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന ഉണ്ട്. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനി. ഈ ദുനിയാവിന്റെ പകിട്ട് കാണുമ്പോ ഇതിൽ കുറങ്ങൾക്ക് അറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീന പള്ളി ഒരു ദിവസം സുബഹിക്ക് ജമാഅത്ത് തിരിഞ്ഞു നോക്കുമ്പോൾ കുറെ ആൾക്കാർ പള്ളിയിൽ, സാധാരണ വരാത്ത കുറെ ആൾക്കാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരം കഴിഞ്ഞിട്ട് അവരോട് ഇങ്ങനെ ചോദിക്കണം, നിങ്ങൾ എല്ലാരും ഉണ്ടല്ലേ? അതെന്താണ്? അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിന്റെ കച്ചവട സംഘം വരുന്ന വിവരം അറിഞ്ഞിട്ടുണ്ട്. കച്ചവട സംഘം വന്ന വിവരമാണ് അറിയുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യുന്ന, ഇവരെല്ലാരും വന്നിരിക്കുന്നത് സുബഹി നമസ്കാരത്തിന് വേണ്ടി വന്നതല്ല. സുബഹി നമസ്കാരത്തിന് പള്ളിയിൽ വന്നാൽ അത് കഴിഞ്ഞ് ആ കച്ചവട സാധനങ്ങൾ മദീന പള്ളിന്റെ മുന്നിൽ കൊണ്ടുവന്ന് വെക്കുക. ആ സമയത്ത് ഉദാരനായിട്ടുള്ള അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു അശറത്തുൽ മുബശ്ശരീൻപ്പെട്ട അദ്ദേഹത്തിന്റെ പാപങ്ങൾക്ക് എന്ത് ചെയ്യുന്നവർ എടുത്തു കൊടുക്കും. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചിരിച്ചുകൊണ്ട് ചോദിക്കാണ്, നിങ്ങളൊക്കെ വന്ന വിവരം, നിങ്ങളൊക്കെ എന്തിനാണ് വന്നത് എന്നുള്ള ഏകദേശം എനിക്ക് മനസ്സിലായിട്ടുണ്ട്. എന്താ? അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു കച്ചവട സാധനങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് എടുത്തു തരും. കാരണം പ്രത്യേകിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിൽ നിസ്കരിച്ച ആളാന്ന് പറഞ്ഞാൽ അതിനു വേണ്ടിയിട്ട് വന്നാണ് നിങ്ങൾ. എന്നിട്ട് പറയാണ്, എന്താ അറിയോ? ദാരിദ്ര്യത്തെ ഞാൻ ഒരിക്കലും നിങ്ങൾക്ക് ഭയപ്പെടുന്നില്ല. തിന്നാനില്ലാത്ത അവസ്ഥ, നല്ലൊരു ഷർട്ട് ഇടാനുള്ള അവസ്ഥ, നല്ലൊരു വാഹനം ഇല്ലാത്ത അവസ്ഥ, ഇതിനേക്കാൾ ഞാൻ ഭയപ്പെടുന്നത് എന്തറിയോ? ദുനിയാവ് നിങ്ങൾക്ക് ധാരാളമായി വിശാലമാക്കപ്പെടുന്നതാണ്. അതെന്താ കാരണം? അത് ഇങ്ങോട്ട് കിട്ടുന്നതോടുകൂടി കുടി, അതിന്റെ അലങ്കാരങ്ങളും ടൂറുകളും യാത്രകളും ഒക്കെ കൂടിയായി അള്ളാഹിന്റെ പള്ളിയിലേക്ക് വരാൻ ആളുണ്ടാവില്ല. അള്ളാഹുവിന്റെ ഈ ദീൻ എത്തിച്ചു കൊടുക്കാൻ സഹാബിമാർ എത്ര ഇടങ്ങറായി. മക്കയില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഖബ ഉടമ്പടി അടുക്കാണ്. അഖബ ഉടമ്പടി അതിൽ യസ്രിബിന്ന് കുറച്ച് ആൾക്കാർ വന്നിട്ട് നബിനോട് പറഞ്ഞത് എന്താ അറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ എന്തിനാ വെറുതെ വിടക്കുന്നത് ഇടങ്ങറായിട്ട്? ഇവരാ ആട്ടും തൂപ്പും കേട്ട് എന്തിനാണ് നിങ്ങൾ മക്കത്തേക്കണ്? നിങ്ങൾ ഞങ്ങളെ നാട്ടിലേക്ക് വന്ന് ഞങ്ങളെ സ്വീകരിക്കാൻ ഞങ്ങളുണ്ട്. ആ ഉടമ്പടി പ്രകാരമാണ് പിന്നെ എന്തായത്? ഹിജറ ഉണ്ടായത്. ആ ഹിജറക്ക് മുമ്പായിട്ട് 2 വ്യക്തികൾ അവര് പറഞ്ഞു, ഞങ്ങൾക്ക് ദീന് പഠിപ്പിക്കാൻ നിങ്ങൾ വരുന്നതിന് മുമ്പ് ഞങ്ങൾ മദീനയിലുള്ള വീടുകളിൽ കയറിയിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് പറയാൻ, ദീന് പറയാൻ പഠിപ്പിക്കാൻ ഞങ്ങൾക്ക് 2 ആളെ പറഞ്ഞു. ആരെയാണ് 2 ആളെ ഒട്ടുകൊടുത്തെന്നറിയോ? ഒന്ന് കണ്ണ് കാണാത്തൊരു സഹാബിനെ, അബ്ദുല്ലാഹി ഇബ്നു ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹു. പിന്നെ ആരെന്നറിയോ? മിസ്അബ് ഇബ്നു ഉമൈർ എന്ന് പറഞ്ഞ ചുറുചുറുക്കുള്ളൊരു ചെറുപ്പക്കാരൻ. ഈ 2 ആളുകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 450 കിലോമീറ്റർ ദൂരമുള്ള മദീനയിലേക്ക് എന്ത് ചെയ്യുന്നറിയോ? യസ്രിബ് എന്ന പേര് പറഞ്ഞയച്ചിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെ ഖുബാ എന്ന സ്ഥലത്താണ് ആദ്യം ഇറങ്ങിയത്. ഖുബയിൽ അവിടെ ഒരു പള്ളി ഉണ്ടാക്കി. ആ പള്ളിന്റെ പേരെടുത്ത് മസ്ജിദ് ഖുബ. ആ പള്ളി ഉണ്ടാക്കി അടുത്ത ദിവസം ചെയ്യുന്നവര് വീണ്ടും യാത്ര ചെയ്ത് അവിടെ ഒരു ജുമാ നടത്തി. അടുത്ത ദിവസം ചെയ്യുന്നവരോ അവിടെ 3 ദിവസത്തിന് ശേഷം പിന്നെ എന്ത് ചെയ്തിരുന്നു? മദീന പള്ളി. മദീന പള്ളിയിൽ ഉണ്ടാക്കുന്നതിന് മുമ്പായി മദീനയിലെ മുഴുവൻ വീടുകളിലും കയറി
കണ്ണ് കാണാത്ത അബ്ദുല്ലാഹിബ്നു മക്തൂം റളിയല്ലാഹു അൻഹു, അതുപോലെ മിസ്അബ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ചെറുപ്പക്കാരനും കൂടി എന്തെന്നറിയോ, ഇസ്ലാമിനെ പരിചയപ്പെടുത്തി കൊടുത്ത് കണ്ടമാനം ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുണ്ടായിരുന്നു. അവരുടെ ചരിത്രത്തിലുണ്ട്. അവസാനം ഉഹദ് യുദ്ധത്തിലാണ് ആര് മരിക്കുന്നതെന്ന് അറിയോ? ഈ മുസ്അബ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു മരിക്കുന്നത്. പണക്കാരനല്ല, കോടീശ്വരന്. അദ്ദേഹത്തിന്റെ ഷർട്ട്, അദ്ദേഹത്തിന്റെ പാത്രങ്ങൾ. പിന്നെ ഉഹദ് യുദ്ധത്തില് ഉഹദ് മലന്റെ അടുത്ത് ചെന്നാൽ ഒരു ഖബർസ്ഥാന് കാണാം, ഒരു മക്ബറ വേണ്ട, അവിടെ ഇവിടെ നിന്നിരുന്നു. അപ്പൊ ആ ഖബർസ്ഥാൻ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ആരാണെന്നൊരു ഒന്ന് മുസ്അബ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, ഒന്ന് ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ ഖബറാണത്. പിന്നെ അവിടെ ഈ മലയിൽ നിർത്തിയിരുന്ന അമ്പെയ്ത്തുകാരിലെ നേതാവായിരുന്ന അബ്ദുല്ലാഹിബ്നു ജുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ 3 ഖബറുണ്ട് അവിടെ, ഒരു പ്രത്യേക അടയാളപ്പെടുത്തിയ സ്ഥലത്തുണ്ടായിരുന്നു. ഞാൻ പറയുന്നത്, അള്ളാഹുവിന്റെ ദീന് പറയാനും അത് പ്രചരിപ്പിക്കാനും അതിനു വേണ്ടി ത്യാഗങ്ങൾ സഹിക്കാനും അതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന കാര്യമാണ്, പ്രതിഫലം നൽകുന്ന കാര്യമാണ്. ഇതെന്താ പറയുക, നമ്മളിത് പറയുമ്പോൾ നമ്മുടെ ജീവിതം നന്നാവാണ്. നമ്മൾ പറഞ്ഞ ആരെങ്കിലും ഒരാൾ കേട്ടാൽ നമുക്ക് എന്ത് ചെയ്യാം, നേരത്തെ പറഞ്ഞ രൂപം 100 ചുവന്ന ഒട്ടകങ്ങളെക്കാളും പഠിച്ചോൻ കൂലി തരും. ഇപ്പൊ നോക്കി നമ്മുടെ നാട്ടിൽ ഇപ്പൊ നടക്കുന്ന പരിപാടി എന്താ, നബിദിനം. നമ്മളൊന്ന് ആലോചിച്ചു, വലിയ പെരുന്നാൾ ഇവിടെ വരുന്നുണ്ട്, ചെറു പെരുന്നാൾ വരുന്നുണ്ട്, 2 ആഘോഷം മുസ്ലിങ്ങൾക്കുള്ളത്. അന്ന് പോലും ഈ റോട്ടിൽ എന്ത് ചെയ്യുന്നില്ല, ഈ അലങ്കാരങ്ങളില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിലാണ് ഈ ജന്മദിനം നടത്തുന്നത്. അതൊന്നാണ് ആലോചിച്ചു നിങ്ങൾ. ഞാൻ ഓതിയ സൂറത്ത് ഹുജറാത്തിലെ ഒരു ആയത്താണ്, 1-ാമത്തെ ആയത്ത്. യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ലാ തുഖദ്ദിമു ബൈന യദയില്ലാഹി വറസൂലിഹി, അള്ളാഹുവിന്റെയും അള്ളാഹുവിന്റെ പ്രവാചകന്റെയും മുന്നിൽ കടക്കരുത്, ഓവർടേക്ക് ചെയ്യരുത്. വത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക. ഇന്നല്ലാഹു സമീഉൻ അലീം, അള്ളാഹു എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനും. ഈ ആയത്ത് മദീനയിൽ ഇറങ്ങിയതാണ്. എന്താണ് അതിന്റെ അർത്ഥം? നിങ്ങൾ അള്ളാഹുവിന്റെയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും ഓവർടേക്ക് ചെയ്യരുത് എന്ന് പറഞ്ഞാൽ, അള്ളയും റസൂലും പറഞ്ഞത് പോരാ എന്നും പറഞ്ഞിട്ട് അള്ളാഹു പൂർത്തിയാക്കി തന്ന മതത്തില് വീണ്ടും എന്ത് ചെയ്യാന്നറിയ, കൂടുതൽ ഉണ്ടാക്കുക. ഓക്കെ, 60 വർഷക്കാലത്തിന്റെ ചരിത്രമുണ്ട് ഇസ്ലാമിൽ. ആ 60 കൊല്ലം ഏത് കാലാന്ന് അറിയങ്ങള്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 23 കൊല്ലം, അബൂബക്കർ റളിയല്ലാഹു അൻഹു ഖുലഫാഉർ റാഷിദീങ്ങളുടെ ഏകദേശം 30 കൊല്ലം. അതിനുശേഷം ഭരണം നടത്തിയിട്ടുള്ള ആ ഖൈറു ഉമ്മത്തിന്റെ ഒരു കാലത്തും ഇങ്ങനെ ഒരു പരിപാടി മുസ്ലിം സമുദായത്തിന്, മുസ്ലിം രേഖകളിൽ, ഗ്രന്ഥങ്ങളിൽ എന്തില്ല, ഒരക്ഷരം എഴുതിയിട്ടില്ല. 4 ഇമാമുമാര്, അതുപോലെ തന്നെ 6 സിഹാഹുസ്സത്തിന്റെ ബുഖാരി, ഇമാം മുസ്ലിം, ഇബ്നു മാജ, തുർമദി, നസായി, അഹ്മദ് തുടങ്ങിയിട്ടുള്ള അവർക്ക് പോലും പരിചയമില്ലാത്ത ഒരു ഏർപ്പാട്. 300 കൊല്ലം വരെ മുസ്ലിം സമുദായത്തിന് ഒരു പരിചയം, ഒരു കാരക്കന്റെ ചീള് പോലും. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുമ്പോ, ഇന്ന് ഞാൻ ജനിച്ച ദിവസമാണ്, അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇതൊന്നും ധർമ്മം ചെയ്യുന്നു പറഞ്ഞിട്ടില്ല. അങ്ങനെ ധർമ്മം ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കിത് നടത്താം. ഇത് ക്രിസ്ത്യാനികൾ നടത്തിയിട്ട് അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസ് എന്താണെന്നറിയോ? എന്താണ്? കുല്ലു ഉമ്മത്തി യദ്ഖുലൂനൽ ജന്ന, എന്റെ സമുദായത്തിലുള്ള മുഴുവൻ ആൾക്കാരും സ്വർഗ്ഗത്തിൽ കടക്കും, ഇല്ലാ മൻ അബാ, വിസമ്മതിച്ചവൻ ഒഴികെ. ഖാലു, സഹാബത്ത് ചോദിച്ചു, വമൻ യഅബാ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ദൂതരെ, ആരാണ് വിസമ്മതം കാണിച്ചവൻ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താ അറിയോ? വമൻ ദഖലൽ ജന്ന, എന്നെ അനുസരിച്ചവൻ സ്വർഗ്ഗത്തിൽ കടന്നു. വമൻ അസ്വാനി ഫഖദ് അബാ, എന്നെ ധിക്കരിച്ചവൻ, ഞാൻ പഠിപ്പിച്ച ചര്യക്ക് എതിരായി ചെയ്തവൻ, എന്നെ ഓവർടേക്ക് ചെയ്തവൻ. അള്ളാഹുവിന്റെ ഖുർആനിനെയും സുന്നത്തിനെയും അവിടെ നിർത്തിയിട്ട് ഇസ്ലാമിന്റെ പേരിൽ പരലോകത്ത് കൂലി കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരത്തിലുള്ള ബിദ്അത്ത് ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം പറയാം, അവനാണ് വിസമ്മതം കാണിച്ചവൻ, അവർ സ്വർഗത്ത് കടക്കൂല. എത്ര കൃത്യമാണ് ഇസ്ലാമിന്റെ തീരുമാനം. അത് നമുക്ക് തിരിച്ചു പറയണ്ടേ ആൾക്കാരോട്? അത് പറയാൻ നമുക്ക് പള്ളി വേണ്ടേ, പരിപാടികൾ വെക്കണ്ടേ? ഇത് ജനങ്ങളെ അറിയിക്കാണ്. ഇവരാരും തിരികെ കൊണ്ടുവരാനല്ല, മെമ്പർഷിപ്പ് എടുക്കാനല്ല.
ഇവിടെ പള്ളിക്ക് വരാനല്ല. അവനെന്താ, മരിക്കുന്നതിന് മുമ്പ് അവരുടെ മനസ്സിലേക്ക് എന്ത് ചെയ്യണമെന്നറിയോ? ഈ ശബ്ദം എത്തിക്കണം, കണ്ണിലേക്ക് എത്തിക്കണം, അവരുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരണം. ഇങ്ങനെ ഉണ്ട് ഇവിടെ. അള്ളാഹുനെയും അള്ളാഹുന്റെ പ്രവാചകനെയും ഖുർആനും സുന്നത്തുമാണ് നമ്മുടെ പ്രമാണം. അതിന്റെ അപ്പുറത്തുള്ളത് ഒഴിവാക്കണം. ഇതിലേക്ക് പുതിയത് വന്നത് ഒഴിവാക്കണം. എന്താ? ഹൗദുൽ കൗസർ, പരലോകത്ത് അള്ളാഹുന്റെ പ്രവാചകൻ അള്ളാഹ് ആദരിക്കുന്ന, അതിന് വെള്ളം ഒഴുക്കി കൊടുക്കാൻ അധികാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഉമ്മത്താണ് ഇങ്ങനെ വരുന്നറിയും. പക്ഷെ കുറച്ച് ആളുകൾ തടയപ്പെടും ദൂരെ. അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ട് അള്ളാഹിനോട്, പഠിച്ചോനെ, ഉമ്മത്തി അവരെ കണ്ണും മുഖത്ത് ഒളുവിന്റെ അടയാളുണ്ട്, അവരെ കയ്യും കാലിലേക്ക് വെളുത്തിരിക്കുകയാണ്, ഖുർആൻ, പക്ഷെ അവർക്ക് ഈ ഹൗലുൽ കൗസറിലേക്ക് വരാൻ കഴിയുന്നില്ല. എന്റെ ഉമ്മത്തീങ്ങളാണ് അവരിങ്ങോട്ട് വരണം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, നിനക്കറിയില്ല പ്രവാചകര് അവരെന്തെന്നറിയോ? നിനക്ക് ശേഷം നിന്റെ മതത്തില് പല കാര്യങ്ങളും പുതിയതായി ഉണ്ടായി, ദീന് വടക്കാക്കിയ ആൾക്കാരാണ് അവര്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമല്ലോ, കാരുണ്യത്തിന്റെ പ്രവാചകൻ, ഫസുഹഖൻ ലിമൻ ബദ്ദല ബഅദി, എനിക്ക് ശേഷം ഈ മതത്തിൽ പുതിയ ബിദ്അത്തുകൾ ഉണ്ടാക്കിയവർ ദൂരെ പോ. ഹൗദുൽ കൗസർ പച്ചവെള്ളം കൊടുക്കാൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സാധിക്കൂല. അത്രയും വലിയ തിന്മകൾ ചെയ്യുന്ന സമയത്ത് നമുക്കിത് പറയണ്ടേ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് നോക്കി, മാ മിൻ നബി ബഅസഹുല്ലാഹ്, അല്ലാഹു നിയോഗിച്ച ഏതൊരു പ്രവാചകനും ഇല്ലാ കാന ലഹു ഹവാരിയൂന, ആ പ്രവാചകൻ അനുസരിക്കുന്ന കുറെ സഹായിക്കുന്നവരുണ്ടായിട്ടുണ്ട്. ആ പ്രവാചകന്റെ കൽപ്പനകൾ ശിരസ വഹിക്കുന്ന ആൾക്കാരുണ്ടാവുന്നു. പിന്നീട് അതിനുശേഷം ഒരു തലമുറ വരും, യഖൂലൂന മാ ലാ യഫ്അലൂൻ, ചെയ്യാത്ത കാര്യങ്ങൾ അവർ പറയും, വയഫ്അലൂന മാ ലാ യുഅ്മറൂൻ, കൽപ്പിക്കാത്ത കാര്യങ്ങൾ അവർ ചെയ്യും. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, ഫമൻ ജാഹദഹും ബിയദിഹി ഫഹുവ മുഅ്മിൻ വമൻ ജാഹദഹും ബിലിസാനിഹി ഫഹുവ മുഅ്മിൻ വമൻ ജാഹദഹും ബിഖൽബിഹി വഹുവ മുഅ്മിൻ വലൈസ വറാഅ ദാലിക മിനൽ ഈമാനി ഹബ്ബത്തു ഖർദലിൻ. ഹദീസിന്റെ അർത്ഥം അറിയോ? പ്രവാചകന്മാരുടെ ചര്യയിൽ നിന്ന് അകന്നുപോയി താന്തോന്നികളായിക്കൊണ്ട് മതത്തിന്റെ പേരിൽ മതത്തെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് ബിദ്അത്ത് ചെയ്യുന്നവരെ കണ്ടാൽ അവരോട് കൈ കൊണ്ട് എന്ത് ചെയ്യണമെന്നറിയോ? ജിഹാദ് ചെയ്യണം. അധികാരം ഉണ്ടെങ്കിൽ, കയ്യൊഴുക്കുണ്ടെങ്കിൽ, അതെല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല. അവൻ മുഅ്മിനാണ്. അത് കണ്ടിട്ട് എന്ത് ചെയ്യാൻ മിണ്ടാതിരിക്കല്ല ചെയ്യുന്നത്, നാവ് കൊണ്ട് എന്ത് ചെയ്യുന്നവരെ പറഞ്ഞ് ഇത് തെറ്റാണ് എന്ന് പറഞ്ഞു. ഫഹുവ മുഅ്മിൻ, അവനും മുഅ്മിനാണ്. ഇനി അതിനും കഴിയില്ല ചില ആൾക്കാർക്ക്, നാവ് കൊണ്ടും പറയാൻ കഴിയില്ല. ഫമൻ ജാഹദഹും ബിഖൽബിഹി, ഖൽബ് കൊണ്ടാണ് ഒരു മനുഷ്യൻ ഇത്തരം ബിദ്അത്തുകൾ, ശിർക്കുകൾ, ഖുറാഫാത്തുകൾ എന്ത് ചെയ്യുന്നറിയോ? എതിർക്കുന്നതെങ്കിൽ അവനും മുഅ്മിനാണ്, വിശ്വാസിയാണ്. എന്നിട്ട് റസൂലുള്ളാഹി പറയാണ്, ഫലൈസ വറാഅ ദാലിക മിനൽ ഈമാനി ഹബ്ബത്തു ഖർദൽ. ഈ ഒന്നുകിലെ കൈ കൊണ്ട്, അല്ലെങ്കിൽ നാവ് കൊണ്ട്, അല്ലെങ്കിൽ ഹൃദയം കൊണ്ടെങ്കിലും ഇത്തരം തിന്മകളോട് എന്ത് ചെയ്യണോ? രാജിയാവാതെ. ഇനി ആരെങ്കിലും അങ്ങനെ രാജിയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഈമാനിന്റെ കണികയില്ല. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മളിപ്പോ ഇത് നടത്തുന്നത് എന്തിനാ അറിയോ? നമ്മളിപ്പോ ഇന്ന് നടത്തിയത് പറയാനല്ല. നമ്മൾ ഈ പള്ളി എന്ന് പറഞ്ഞ്, നമ്മുടെ പ്രസ്ഥാനം എന്ന് പറഞ്ഞത്, നമ്മൾ ഇത് രാഷ്ട്രീയ പ്രസ്ഥാനമൊന്നുമല്ല. ഇതിലെ മെമ്പർഷിപ്പ് എടുത്ത് എന്നത് കൊണ്ട് നമുക്കൊന്നും കിട്ടൂല. പോക്കറ്റിൽ നിന്ന് പൈസ പോകും. അത് പ്രവർത്തിക്കുന്നവർക്കറിയാം. ഒരു നാട്ടിൽ ഒരു 10 ആളുണ്ടെങ്കിൽ ആ 10 ആളൊന്ന് കൂടി, ഒരുമിച്ച് കൂടി നമ്മളെ ദീനീ ദഅവത്ത് നമുക്ക് കൊണ്ടുപോകണം, പള്ളി കൊണ്ടുപോകണം. വലിയ പാടാണ്. അതിന് കൂട്ടുത്തരവാദിത്വത്തോടു കൂടി പരസ്പരം സപ്പോർട്ട് ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാൻ. എന്താ, നമ്മുടെ അടുത്ത് നല്ല പ്രൊഡക്റ്റ് ഉണ്ട്. മിഞ്ഞാന്ന് ഇയാള് സമസ്തന്റെ സെക്രട്ടറി, ആരാ പ്രസിഡന്റ്, ആരാ സമസ്തന്റെ പ്രസിഡന്റ്, ആരാന്നറിയോ? ജഫ്രി തങ്ങള്. മൂപ്പരൊരു ക്ലിപ്പുകൾ കേട്ടോ, ഈ വഹാബികളായിട്ടുള്ള ആൾക്കാർ ഖുർആനും സുന്നത്തും എന്ന് പറയുന്നുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യുന്ന കുഴിയിൽ ചാടിക്കും. ഏതുപോലെ ഗൂഗിൾ മാപ്പ് നോക്കിയിട്ട് എന്ത് ചെയ്യുന്നറിയോ? പോയ ആള് വെള്ളത്തിൽ വാഹനം അടക്കം മുങ്ങി താങ്ങിയ മാതിരി എന്ത് ചെയ്യുന്നറിയോ? നശിക്കുന്നു.
ഇത് നിങ്ങൾ ആലോചിച്ചു. അള്ളാന്റെ ഖുർആൻ എന്താ? ഖുർആനെ പറ്റി പറഞ്ഞ എന്താണ്? ഇന്ന ഹാദൽ ഖുർആന യഹ്ദീ ലില്ലതീ ഹിയ അഖ്വം. ഈ ഖുർആൻ ഏറ്റവും നല്ലതിലേക്ക് മനുഷ്യനെ നയിക്കും. ഫമൻ തമസ്സക ബിസുന്നതി, എന്റെ സുന്നത്ത് ആരെങ്കിലും പിന്തുടരാണെങ്കിൽ അവൻ ഏറ്റവും നല്ല പാശമാണ് എന്ത് ചെയ്തിട്ടുള്ളത്, പിടിച്ചിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, തറക്തു ഫീകും അംറൈൻ ലൻ തളില്ലു മാ തമസ്സക്തു ബിഹിമാ കിതാബല്ലാഹ് വസുന്നത നബിഹി. രണ്ട് കാര്യം പറ്റിച്ചാണ് ഞാൻ പോകുന്നത്, അത് മുറുകെ പിടിച്ചാൽ ഒരിക്കലും ദൈവം വഴി തെറ്റൂല. തറക്തുകും ഫിൽ മഹജ്ജത്തിൽ ബൈദാ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുന്നതിന് മുമ്പ് പറയാ, നിങ്ങളെ ഞാൻ ഒരു വെളുത്ത പ്രതലത്തിലാണ് നിങ്ങൾ വിട്ടേച്ചു കൊണ്ടുപോകുന്നത്. ലൈലുഹാ കനഹാരിയ, അതിന്റെ രാത്രിയും പകലിനെ പോലെ പ്രസാദം, നല്ല ഒരു വെളിച്ചുള്ള മാർഗമാണ് ഖുർആനും സുന്നത്തും. ലാ യസീഗു അൻഹാ ഇല്ലാ ഹാലിക്, സ്വയം നശിച്ചവനല്ലാതെ അതിൽ നിന്ന് വ്യതിചലിക്കുകയില്ല. ഏറ്റവും നല്ല ഒരു മുതല വിശുദ്ധ ഖുർആൻ. അത് മനുഷ്യന്റേതല്ല, അള്ളാന്റേതാണ്. അത് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുകയും പഠിപ്പിച്ചു കൊടുക്കുകയും ജനങ്ങളെ ബോധവൽക്കരിക്കുകയും ചെയ്യുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് പ്രായോഗികമായി അത് കാണിച്ചു തന്നത്. ആ പ്രവാചകന്റെ സുന്നത്തും സലഫുസ് സാലിഹീങ്ങള് എങ്ങനെയാണത് വ്യാഖ്യാനിച്ചത്, ആ വ്യാഖ്യാനിച്ച് നമ്മുടെ ദീനീയായ ഭൗതികമായ വിഷയങ്ങൾക്ക് എന്ത് ചെയ്യുക, ഇടപെട്ട് ഒരു യഥാർത്ഥ സത്യവിശ്വാസിയായി ജീവിച്ച് മരിച്ചു പോയത് നമുക്ക് കഴിയണം. ഇതാണ് മുജാഹിദ് പ്രസ്ഥാനം ജനങ്ങളോട് പറയുന്നത്. ഇതുകൊണ്ട് നമുക്ക് ഇവിടെ ഭരണം നടത്താനോ കാര്യങ്ങളൊന്നുമില്ല. ഒരാളെങ്കിലും ഹൃദയത്തിന്റെ ഉള്ളിൽ തൗഹീദോട് കൂടി മരിച്ച അതിന്റെ കൂലി അവനുണ്ടാവും. ആരാണ് അവൻ? ചിലപ്പം ഏതെങ്കിലും ഒരു സാധു മനുഷ്യനാണെങ്കിൽ ഒന്ന് വിളിച്ചിട്ടുണ്ടാവും, വിളിച്ചൊന്ന് വാ പരിപാടിക്ക്, അവിടുന്ന് ആയിരിക്കും അവന്റെ വെളിച്ചം കിട്ടുന്നത്. അതുകൊണ്ട് ഈ പ്രസ്ഥാന സംഘടന രംഗത്ത് ഈ സംഘാടകരാവുക എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. നമ്മുടെ ജീവിതത്തിൽ അത് അത്യാവശ്യം വേണം. രണ്ട്, നമ്മൾ പറയുന്ന കാര്യത്തിൽ നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിയോ, നല്ല തെളിവുകൾ വേണം. അതിന് ഖുർആനും ഹദീസും എന്ത് ചെയ്യുന്ന നമ്മൾ പഠിക്കണം. എന്നിട്ട് പരസ്പരം എന്ത് ചെയ്യണം, സ്നേഹത്തോടും ആദരവോടും കൂടിയിട്ട് എന്ത് ചെയ്യണം, ഈ രംഗത്ത് ഐക്യത്തോടു കൂടി നിൽക്കണം. പല സ്വഭാവക്കാരാണ് നമ്മളെല്ലാവരും. എന്റെ സ്വഭാവം വേറെയാണ്, എന്റെ മകന്റെ സ്വഭാവം വേറെയാണ്, കുഞ്ഞുപ്പാജിന്റെ വേറെയാണ്. ഈ സ്വഭാവങ്ങളെല്ലാം കൂടി ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഖുർആനും സുന്നത്തിന്റെയും തൗഹീദിന്റെ വിഷയത്തില് നമ്മൾ ഒന്നാണ് എന്ന് വരുത്തിയിരുന്ന് ചെയ്യണം. നമ്മളൊക്കെ മരിച്ചു പോവും, കുഞ്ഞിപ്പാജി മരിച്ചു പോവും, ഞാനും മരിച്ചു പോവും. ഇതിനു വേണ്ടി ആരൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ടോ അവര് മരിച്ചുപോയി, അവരെ ഖബറിലേക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഖബറിലേക്ക് കാലാകാലാണ് ഇത് കിട്ടുന്നത്. മനസ്സിലേ? ആരെങ്കിലും ഒരു നന്മ ഒരു മനുഷ്യന് ഒരാൾക്ക് മാത്രമല്ല, അതിനെ തുടർന്ന് ആരൊക്കെ ഈ നന്മയിൽ പങ്കെടുക്കുന്നുണ്ടോ. ഒരാൾ ഇവിടെ സുജൂദ് ചെയ്താൽ ഈ പള്ളിക്ക് വേണ്ടി പണം കൊടുത്തവർക്കല്ലോ അവരുടെ ഖബറിലേക്ക് അതിന്റെ നന്മകൾ കിട്ടിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യാന്നറിയാം, നമ്മൾ സജീവാവുക. ആർക്കും വിഷമങ്ങളോ ഇതൊന്നുമില്ല. ഇതിൽ ആൾക്കൂട്ടങ്ങളൊന്നും നമ്മൾ കണക്കാക്കുന്നില്ല. ഉണ്ടാവുന്നത് ആത്മാർത്ഥമായി നമ്മൾ പ്രവർത്തിച്ചാൽ ഇനിയും ഈ ഭാഗങ്ങളിൽ ഈ ഒറ്റക്കെട്ട ആൾക്കാരുണ്ടാവും. അവരെന്ത് ചെയ്യുന്നറിയാം, അവർക്ക് അതിനെപ്പറ്റി ചിന്തിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. രണ്ടാമത്തെ കാര്യം എന്താ, ഇവിടെ കൂടാൻ കാരണം അടുത്ത ചൊവ്വാഴ്ച നബിദിനത്തിന്റെയും ഓണത്തിന്റെയും അവധിയാണ്. അന്ന് രാവിലെ 9 മണി മുതൽ ഉച്ചക്ക് 1 മണി വരെ ഭക്ഷണത്തോടൊപ്പമാണ് കേരള നദ്വത്തുൽ മുജാഹിദീൻ മലപ്പുറം വെസ്റ്റ് ജില്ല കൺവെൻഷൻ നടക്കുന്നുണ്ട്. അതിൽ നമ്മൾ KNM മുതിർന്ന ഇവിടെ 24 ആൾക്കാരായിട്ട് നമ്മൾ മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ട്. അവരും അവരുടെ ഭാര്യമാരും നമ്മളെ ചെറുപ്പക്കാരും MSമാരൊക്കെ എന്ത് ചെയ്യണം, അവിടെ പങ്കെടുക്കണം. TP അബ്ദുൽ ഖാദിർ അതിന് ഉദ്ഘാടനം, മന്ത്രി ശംസുദ്ദീൻ അതിന്റെ ഗസ്റ്റാണ്, സംസാരിക്കുന്നുണ്ട്. പിന്നെ ഇതിന്റെ കായക്കൊടി ഹനീഫ് കായക്കൊടി, മജീദ് സലാഹി, സലീം സുല്ലമി തുടങ്ങിയിട്ടുള്ള പ്രഗത്ഭരായ പണ്ഡിതന്മാരുണ്ട്. അപ്പൊ അന്നത്തെ ദിവസം എന്ത് ചെയ്യാ, നമ്മളും നമ്മളിവിടെ ഉള്ള എല്ലാവരും കൂടി ഒരു 9-9:15 ആകുമ്പോഴത്തേന് നമ്മളെ ടൗൺ ഹാളിലെത്തുക. അന്ന് ഉച്ചയ്ക്ക് ശേഷം 2 മണി മുതൽ നമ്മളെ പെൺകുട്ടികളുടെ ഏത് പെൺകുട്ടി 8 വയസ്സ് മുതൽ ഡിഗ്രി തലങ്ങളിൽ 20-22 വയസ്സ് വരെയുള്ള പെൺകുട്ടികളുടെ ഒരു സംഘം അതേ സ്ഥലത്തുണ്ട്. അങ്ങനത്തെ കുട്ടികൾ നമ്മളവിടെ ഉണ്ടെങ്കിൽ അവരെ നിർബന്ധമായിട്ട് എന്ത് ചെയ്യാന്നറിയോ, ഒരു ഉച്ചക്ക് 2 മണിക്ക് അവിടെ എത്താനും വേണ്ടി പറയും. അപ്പൊ ഭക്ഷണം ആർക്കാന്ന് ചോദിക്കും. ഭക്ഷണം 9 മണി മുതൽ 1 മണി വരെ പരിപാടി പങ്കെടുക്കുന്ന സ്ത്രീകൾക്ക് MGMമാർക്കും ISMമാർക്കും MSമാർക്കും KNMമാർക്കും എല്ലാവർക്കും കൂടിയുള്ളത്. ആ പരിപാടി നമ്മൾ വിജയിപ്പിക്കണം. കാരണം ഇവിടുന്ന് ഒരു 20 ആളെ, ഒരു 15 ആളെ നിർബന്ധമായിട്ട് നമ്മൾ കാണുന്നുണ്ട്.
അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ മീറ്റിംഗ് കൂടി. അതിനുള്ള കത്ത് സലാഹുവിന്റെ എടുത്തിട്ടുണ്ട്. പിന്നെ ഓൺലൈനായിട്ട് എന്തുണ്ട്, PDF അയച്ചു തരാം അതിന്റെ. അപ്പൊ അതിനെന്ത് ചെയ്യാന്നറിയാം, എല്ലാവരും സജീവമായി പങ്കെടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. MSMന്റെ കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് അവര് പറയും. ഇത്ര പോരെ? ഇൻഷാ അല്ലാഹ് ഖൈറാവട്ടെ. അപ്പൊ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇവിടുത്തെ ഖുതുബ, അപ്പൊ നമ്മളെ സാജിദ് തിരുവങ്ങാടിയാണ് ഇവിടെ ഖത്തീബ്. ഇവിടെ ഖുതുബ പറഞ്ഞത് നമ്മളെ പെരിഞ്ചേരി ഉണ്ട്. അപ്പോ ഇതൊക്കെ എന്ത് ചെയ്യാന്നറിയും, നടന്നു പോകണം. സാമ്പത്തികമായിട്ടിനെക്കാളും കൂടുതൽ ആളുകൾ വേണം. ഇപ്പൊ ഉള്ള ആളുകൾ എല്ലാവരും കൂടി എന്ത് ചെയ്യണം എന്നുള്ള ഒരുമിച്ച് കൂടണം. എല്ലാവർക്കും തിരക്കും കാര്യങ്ങളൊക്കെ. അള്ളാഹു ഈ വിഷയത്തിൽ നമ്മൾ ഇറങ്ങി നമ്മളെ കാര്യം പഠിച്ചു ഏറ്റെടുത്തു തവക്കുലാക്കിയിട്ട് എന്ത് ചെയ്യാന്നറിയാം, അള്ളാഹുവിൽ ഇറങ്ങുക. അതുകൊണ്ട് ഈ നബിദിനം ഇങ്ങോട്ട് കഴിയുന്നതോട് കൂടിയിട്ട് നമ്മൾ അങ്ങാടിയിൽ ഒരു പരിപാടി നടത്തണം. ഒരു പരിപാടി നമുക്ക് എന്ത് ചെയ്യണം എന്നറിയോ, അവിടെ വെച്ച് കാണി നമുക്ക് നടത്തണം. അതിന്റെ പ്ലാനുകൾ മദ്രസ ഇവിടെ നന്നായിട്ട് നടക്കുന്നുണ്ട്. അങ്ങനൊക്കെ തന്നെയാണ് ഇത് മുന്നോട്ട് പോകുന്നത്. സംഘടന ഈ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മളെ ഖുർആനും സുന്നത്തും തൗഹീദിന്റെയും വിഷയത്തിൽ ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവും. മനുഷ്യനാണ് ഇതെല്ലാം. എല്ലാവരും കൂടി ഒറ്റക്കെട്ടായിട്ട് നമുക്ക് നിർത്താനോ ബലം പ്രയോഗിക്കാനോ ഒന്നും പറ്റില്ല. ഈ സംഘടന കേരള നദ്വത്തുൽ മുജാഹിദീനിൽ ഇതിന് വേറിട്ട് പോയ 2 വിഭാഗങ്ങൾ ഇവിടെ ഉണ്ട്. ഒന്ന് മർക്കസ് ദേവ എന്നിട്ടൊരു വിഭാഗമാണ്. സഹോദരന്മാരാണ്. എന്റെ ഒക്കെ കുടുംബക്കാരും ഞങ്ങളൊക്കെ ബന്ധുക്കളും ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളൊക്കെ ആദരിച്ചിരുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അവരുടെ പ്രവർത്തനങ്ങളിൽ എന്താണ് ചെറിയൊരു വിഷയമുണ്ട്. എന്താണ്, കാലത്തിനൊത്ത് നമ്മളെ യുക്തിക്കും അനുസരിച്ച് കണ്ട് എന്ത് ചെയ്യണം എന്നറിയോ, ഈ അള്ളാഹുവിന്റെ ഖുർആനും സുന്നത്തിൻ്റെ എന്ത് ചെയ്യുക, അത് ഈ കാലഘട്ടത്തിനനുസരിച്ച് കൊണ്ട് എന്ത് ചെയ്യണം എന്നറിയോ, ബുദ്ധിക്കും യുക്തിക്കും യോജിക്കണം എന്നാണ്. നിങ്ങൾ കഴിഞ്ഞ പെരുന്നാൾക്ക് കണ്ടില്ലേ, മാസപ്പിറവി 3 പെരുന്നാളാണ് മുജാഹിദീങ്ങൾ നടത്തിയത്. ഒന്ന് നടത്തിയ ആരാന്നറിയോ, ന്യൂമൂൺ എന്നറിയും. എന്താ ന്യൂമൂൺ? ചന്ദ്രന് ഒരു പിറവി ഉണ്ട്, നമ്മൾ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് നടക്കുന്നുണ്ട്. അത് വെച്ച് ലോകത്തെല്ലോടത്തും എന്ത് ചെയ്യണം, പെരുന്നാളെ കളയും. വേറൊരു കൂട്ടർ പറഞ്ഞ സൗദി അറേബ്യയിൽ എന്നാണോ അതിനനുസരിച്ച് നിൽക്കണം. നമ്മൾ പറഞ്ഞത് എന്താ പറയുക, മാസം നോക്കണം. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താ, സൂമു ലിറുയതി, നോക്കണം. അപ്പൊ അവര് പറഞ്ഞെന്താ പറയുക, അന്ന് നോക്കാൻ വലിയ നിരീക്ഷണം ഇതൊന്നുമില്ല. ഇന്ന് കുറെ കാണാൻ അവിടെ ഉണ്ടോ ഇല്ല എന്ന് കാണാനുള്ള ശാസ്ത്രീയ സത്യങ്ങൾ ഉണ്ടായതുകൊണ്ട് നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ എന്ത് ചെയ്താൽ മതി, സൗദി അറേബ്യയിൽ എന്താണോ അതിനനുസരിച്ച് ഇവിടെ ചെയ്താൽ മതി. ഇത് ബുദ്ധിക്കനുസരിച്ച് ചെയ്യാൻ പറ്റില്ല. ഭൂമി ഉരുണ്ടതാണ്. സൗദി അറേബ്യയിൽ ദുഹർ നിസ്കരിക്കുന്ന നേരത്ത് ഇശ നിസ്കരിക്കുന്ന നാടുണ്ട് നമ്മുടെ നാട്ടിൽ. സൗദി അറേബ്യയിൽ സുബഹി നിസ്കരിക്കുന്ന സമയത്ത് മഗ്രിബ് ബാങ്ക് കൊടുക്കുന്ന സ്ഥലമുണ്ട് നമ്മളെ ഭൂമിയിൽ. അപ്പൊ ഇസ്ലാം പ്രായോഗികമാണെന്നാണ് എന്താ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രമാണാണ്. റസൂലുള്ളാഹി പറഞ്ഞ എന്താ, നിങ്ങൾ നോക്കി എന്നാണ്. പിന്നെ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്, എന്താ, ഫൈൻ ഹുമ്മ അലൈക്കും, നിങ്ങൾ നോക്കുന്ന നേരത്തെ ചില സമയത്ത് കാർമേഘം ഉണ്ടാവും. അപ്പൊ അതിന്റെ അർത്ഥം അതിന്റെ ഉള്ളിലുണ്ട് സാധനം. അപ്പൊ എന്താ നിങ്ങൾ ചെയ്യേണ്ടത്, അതിന്റെ ഉള്ളിലുണ്ടാവും എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യാന്നറിയോ, നിങ്ങൾ ശാസ്ത്രീയമായി പഠനം നടത്തി പെരുന്നാൾ അയക്കാനല്ല. നിങ്ങൾ നോക്കിയിട്ട് സാധനം ഉണ്ട്, പക്ഷെ മേഘാവൃതമായി. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ആ മാസം 30 തയ്ച്ചിട്ട് എന്ത് ചെയ്യണം എന്നറിയോ, അടുത്ത ദിവസം ഒന്നാക്കണം. പ്രമാണത്തിന്റെ പിന്നിൽ മുജാഹിദ് പ്രസ്ഥാനം നിൽക്കുമ്പോ പ്രായോഗികമായിട്ട് അറഫ അവിടെ കാണുന്നുണ്ടല്ലോ, TV കാണുന്നുണ്ടല്ലോ. അപ്പൊ പിന്നെന്താ അറഫ? ആരാണ് അറഫ നോക്കുന്നത്? ദുൽഹജ്ജ് 9ന്റെ നോമ്പാണത്. ദുൽഹജ്ജ് ഇവിടെ എത്രയാണോ അന്ന് നമ്മൾ നടത്തും. അതൊരു മറ്റു ഭാഗത്തിന് ഇഷ്ടം ഒരു വിഭാഗമുണ്ട്. അവര് നമ്മളെ സഹോദരന്മാരാണ്. പക്ഷെ ആദർശപരമായിട്ട് കൃത്യമായിട്ട് വ്യതിയാനം ഉണ്ടായി. എന്താ, ജിന്ന് എന്ന് പറയുന്നതും മലക്ക് എന്ന് പറഞ്ഞതും അള്ളാന്റെ സൃഷ്ടികളാണ്. അത് ആലമുൽ ഗൈബാണത്, അദൃശ്യാണ്. നമുക്കറിയാം ഈ സദസ്സിൽ മലക്കുകൾ ഒന്നുണ്ടാവും. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ എന്റെ കൂടെ ശൈത്താൻ ഇറങ്ങിയിട്ടുണ്ടാവും. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് എന്ന് പറഞ്ഞ ശൈത്താൻ പോവും. ഞാൻ നോക്കിയാൽ കാണൂല. കാരണം എന്താ അറിയോ, അത് അബോധിക സൃഷ്ടികളാണ്, ആലമുൽ ഗൈബാണ്. ഞാൻ ഭക്ഷണം കഴിക്കുമ്പോ എന്റെ ഒപ്പം വരും. ഞാൻ ബിസ്മി ചൊല്ലിയാ പോവും. ഉറങ്ങാൻ പോകുമ്പോ 3 കെട്ടിടും. ഇതൊക്കെ നമ്മൾ വിശ്വസിക്കണം. ജിന്നുണ്ട്. ജിന്ന് മനുഷ്യനുമായിട്ട് പല കാര്യങ്ങളിലും ഇടപെടുന്നു. ദിക്റുള്ള ഉണ്ടെങ്കിൽ അവിടെ നിന്ന് നിർവഹിച്ചു പോയിക്കോളും. അപ്പൊ എന്ത് ചെയ്യണം, നമ്മൾ പ്രാർത്ഥനകൾ ഇതൊക്കെ വിശ്വസിക്കുന്നത് നമ്മൾ. എന്റെ കൂടെ ജിന്നുണ്ട്, ഇവിടെ ഉണ്ട്, ഞാനാണെങ്കിലും എന്റെ കയ്യൊന്ന് പിടിക്കുക എന്ന് അതിനോട് പറയാം. എനിക്കൊരു വെളിച്ചം തരുമോ എന്ന് ജിന്നിനോട് പറയാം. എനിക്കൊന്ന് വഴി കാണിച്ചു തരുമോ എന്ന് പറയാം. ഇതെന്താണ്? ഇത് കൊടിയ ശിർക്കാണത്. അങ്ങനെ പറഞ്ഞാൽ എന്താ കാരണം? കൊടിയ ശിർക്ക്.
നിന്നെ മാത്രമേ ഞങ്ങൾ ആരാധിക്കുള്ളൂ, നിന്നോട് മാത്രമേ സഹായം തേടാൻ പറ്റുള്ളൂ. പൈതാസാലത്തെ ഫസ്അലില്ല, ചോദിക്കണമെങ്കിൽ അള്ളാഹിനോട് ചോദിക്കണം. സഹായം ചോദിക്കണം, അള്ളാഹിനോട് സഹായം ചോദിക്കണം. ഈ ആയത്തിന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ എല്ലാ ജിന്നിനോടും സഹായം ചോദിക്കുന്നത് ശിർക്കാണ്, കുഫ്റാണ്. ഇതാർക്കും അതിൽ സംശയം? പക്ഷെ അതിൽ സംശയമുള്ളവരുണ്ടായി. അവരാണ് എന്തെന്നറിയോ, ഇഷ്ടം കണ്ട് വേറെ സംഘടന ഉണ്ടാക്കി പോയത്. ചികിത്സ നടത്തണവർക്ക്. ഇന്ന് ഇവിടുത്തെ ഖത്തീബൊക്കെ അറിയോ? ഇവിടുത്തെ ഖത്തീബ് സാജിദ്, ഈ സാജിദ് തിരുവരങ്ങാടി വീടാന്തരം കയറി ഇറങ്ങി ശരീരത്തിൽ കയറിയ ജിന്നിറക്കാൻ വേണ്ടി പോയിരുന്ന ആളാണ്. അവിടെ മുമ്പരോട് രഹസ്യം ചോദിച്ചാൽ മതി. മുജാഹിദ് പ്രസ്ഥാനം ഇത് അടിച്ചിറക്കിയതാണിത്. വീണ്ടും അത് നമ്മളിലേക്ക് വരിക. എന്നിട്ട് നല്ല നിസ്കാരാണ്, നല്ല നോൽപ്പാണ്, എന്താണ് കുട്ടികൾ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആൾക്കാർ പറയാം. എന്നാലും കണ്ടില്ലേ എന്ത് ചോർക്കേണ്ടവരെ കാണാൻ. ചോർക്കല്ല നമുക്കിത് നോക്കണ്ടേ. ഹൃദയത്തിന്റെ ഉള്ളില് ഈമാനിന് കൃത്രിമത്വം കാണിച്ചാൽ അവരെ പൊറപ്പിക്കാൻ മുജാഹിദ് പ്രസ്ഥാനത്തിന് ഒരിക്കലും കഴിയില്ല. എത്ര വലിയവരാണ് ഹുസൈൻ സലഫി, എത്ര വലിയ പണ്ഡിതന്മാരാണ് അവർ, എത്ര നേതാക്കന്മാരുണ്ട്. പക്ഷെ ഈ വിഷയമാണ് വിഷയം. അപ്പൊ ഈ വ്യതിയാനങ്ങൾ മാറ്റിട്ട് അതും ശരി ഇതും ശരി എന്നല്ല, ഒറ്റൊന്ന് ശരി. അള്ളാഹിന്റെ പ്രാർത്ഥന. സംശയം പാടില്ല, ഒന്ന് രണ്ട് അടിച്ചു വരച്ച് നിൽക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബി ചോദിക്കണത്, നബിയെ ആർക്കും പഠിപ്പിക്കാത്തതായ ഒരു കാര്യം എനിക്ക് പഠിപ്പിച്ചുകൊണ്ട് അള്ളാഹുവിനെ വിശ്വസിച്ചു, നേരെ ചൊവ്വ ജീവിക്കും. ഇങ്ങനെ മൂക്ക് കുടിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ നമ്മുടെ നാട്ടിൽ ഈ വക ഖുറാഫാത്തും അന്ധവിശ്വാസം, ഈ ജിന്നും പിശാചും ഒടിയനും ഇതൊക്കെ കൂടി കിടന്ന് കട്ട കറിയുന്നു. അവിടുന്നാണ് നമ്മൾ പറഞ്ഞത് തന്നെ ഈ റബ്ബി സയഹ്ദി, എന്റെ കൂടെ അള്ളാണ്ട്, ഹസ്ബി അല്ലാഹ്, എനിക്ക് മതി, അലൈഹി അല്ലാഹു ബികാഫിൻ അബ്ദ, അള്ളാന്റെ അടിമക്ക് അല്ല പോരെ എന്നൊക്കെ ചോദിച്ചതിന്റെ അർത്ഥം എന്താ? ജിന്നില്ലാന്ന മലക്കില്ലാന്നതൊക്കെ ഉണ്ട്, ജിന്നും മലക്കും ഒക്കെ ഉണ്ട്. ഉണ്ടെന്ന് പഠിപ്പിച്ച മതാണ് ഇസ്ലാം. സൂറത്തുൽ ജിന്നിന്റെ അധ്യായം ഉണ്ട്. പക്ഷെ നമ്മളുമായി ബന്ധപ്പെടുമ്പോ നമ്മൾ അതിനോടൊരു സഹായം ചോദിച്ചപ്പോ അതിലൊരു വാദം തന്നെ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഒരു മനുഷ്യൻ വിജനമായ സ്ഥലത്ത് കൂടി നടന്നു പോവാണ്, മരുഭൂമി കൂടി. അവിടുന്ന് ഒരു ശബ്ദം കേട്ടു. അപ്പൊ ആ ശബ്ദത്തിനോട് ചോദിക്കുകയാണ്, ജിന്നാണെന്ന് സങ്കല്പിച്ചിട്ട് ചോദിക്കുകയാണ്, ഒരു വെളിച്ചം തരുമോ, എന്നാലും എനിക്ക് വഴി കാണിക്കൂ തരുമോ എന്ന് പറഞ്ഞാൽ അത് ശിർക്ക് എന്ന് പറയാൻ പറ്റൂല, അത് വസീലത്തെ ശിർക്ക് എന്ന് പറയാൻ പറ്റുള്ളൂ. വയനാട് ചുരത്തിന്റെ അവിടുന്ന് ഒരു ജീപ്പ് എന്ത് ചെയ്തെന്നറിയോ, വലിയ ഒരു കുണ്ടിലേക്ക് മറിയാം. അപ്പൊ ഒരു മുസ്ലിമായ ഒരു മനുഷ്യൻ പറയാ, ഇഫരീത്ത എന്നെ കാക്കുക. ഇഫരീത്ത് എന്ന് പറഞ്ഞാൽ ജിന്നിന്റെ നേതാവാണ്. അത് ശിർക്കാണോ എന്ന് ചോദിച്ചപ്പോ ഒരു സംഘം താടി വലിയ വലിയ പണ്ഡിതന്മാർ ഇരുന്നിട്ട് സകലം തല താഴ്ത്തിരുന്നു. ഒരു ഖുറാഫി നൗഷാദ് ചോദിച്ചപ്പോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി എവിടെ എത്തി അതിന്റെ ഭീകരത. വയനാട് ചുരത്തുനിന്ന് ഒരു വണ്ടി പറഞ്ഞാൽ നമ്മള് പറയുന്നത് പടച്ചോന് അള്ളാഹ് വിളിക്കണം. അതല്ലാത്ത ജിന്നിനെ വിളിച്ച മുമ്പത്തെ തങ്ങളെ സിഎം അടകൂലെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അള്ളാന്റെ റസൂലെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇന്നെ കാക്കെന്ന് പറഞ്ഞാൽ അത് ശിർക്കാണെന്ന് പറയാനുള്ള ധൈര്യം കിട്ടുന്നത് ഈ പ്ലാറ്റ്ഫോമിലാണ്. അല്ലാത്തവന് സംശയമായി. അതെന്താ വെച്ചാൽ വാദം പൊളി. അതുകൊണ്ട് എന്ത് ചെയ്യേണ്ടതെന്ന് അത്തരം വിഷയങ്ങളിലൊന്നും ഈ വിശ്വാസ വിഷയത്തില് വെറുതെ വിശ്വാസം ഉണ്ടാക്കിയിട്ട് ക്ലിയറായ ഈ ഒരു ക്ലാരിറ്റി ഉള്ള ഇതിനെന്ത് ചെയ്യരുത്, മലീമസമാക്കരുത്. ഇതെല്ലാം ഒന്നല്ല വിഷയമുണ്ട്. അതിന്റെ അർത്ഥം ഇപ്പൊ അവര് എല്ലാരും കൂടി മോശമാണ്, മറ്റതാണ് മറ്റൊന്നല്ല. ഈ വിഷയത്തിൽ യോജിക്കാൻ കഴിയില്ല. ഒരായത്തിന്റെ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഒന്ന് ഒപ്പിടി എന്ന് പറഞ്ഞാൽ ഒപ്പിട്ടവരെല്ലാം ഗാനമിന്റെ ഒപ്പിട്ടു. അത് ഒപ്പിടാൻ പറ്റൂല എന്ന് പറഞ്ഞ ആൾക്കാരൊക്കെ അപ്പുറത്തുണ്ട്. അപ്പൊ ചില ആൾക്കാർ ചോദിച്ചത് എന്തെങ്ങനെ നിങ്ങൾക്ക് അറിയോ ഇസ്ലാമിന്റെ കാര്യത്തിനെ പറ്റി? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചിട്ട് 40 കൊല്ലത്തെ ചരിത്രം നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരുപാട് വിഷയങ്ങളുണ്ട്. ഇതിന് ഇഖ്തിലാഫ് കാണും. 72 വിഭാഗമാവുന്നു. 73 ആയിട്ടുണ്ട്, 72 ആയിട്ടുണ്ട്, 71 ആയിട്ടുണ്ട്. എന്റെ ഉമ്മത്ത് 73 വിഭാഗമാവുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. കുല്ലുഹും ഫിന്നാർ, എല്ലാരും നരകത്തിലാണ്. ഇല്ല എന്ന് ഞാനും എന്റെ സഹാബത്തും പറഞ്ഞത്, ജീവിച്ചത് ആ മാർഗത്തിൽ ആരാണോ അവര് മാത്രമേ ത്വായിഫത്തും മൻസൂറ എന്ന് പറഞ്ഞ ജനിച്ചു. അപ്പൊ അതുകൊണ്ട് ഖുർആനും സുന്നത്ത് സലഫുസ് സാലിഹീങ്ങളുടെ വിശദീകരണം അതനുസരിച്ച് കൊണ്ട് അള്ളാഹിന്റെ ദീന് പ്രവാചകന്മാർ നടത്തിയ പോലെ ശുദ്ധമായ തൗഹീദ് വിതരണം ചെയ്യുന്ന ഈ ഒരു പ്രസ്ഥാനത്തിൽ നിന്ന്
ആ പ്രവർത്തനങ്ങളുമായിട്ട് നമ്മൾ മുന്നോട്ട് പോയാൽ ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറയുന്ന പ്രതിഫലം നമുക്ക് കിട്ടും. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹ്.